respected principal, Reverend Sister Leah, sisters, teachers, parents, and my dear students, a very good morning to all. This is Divya on behalf of St. Thomas family, wishing you all a Merry Christmas and a healthy year ahead. Christmas, the bright, joyful, and colorful festive season, which in essence celebrates the birth of Jesus Christ, is here once again. A season to love, care, and share. A season to spread peace. I welcome you all to be a great part of this fresh day of celebrations. When Jesus was born from Virgin Mary, from that time on, he lived an exemplary life, a life which all men should emulate. Jesus taught us and assures us a life of salvation and goodness upon earth. Let us begin today's celebrations with a fervent wish that every cup may overflow with his blessings and every path may lead to peace. ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും മലയടികൾ എങ്ങും ഉദിച്ചുയരുന്ന സ്വർഗസുന്ദര നിമിഷം. 2000 വർഷങ്ങൾക്ക് മുൻപ് വാനാരൂപികൾ ആലപിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മഞ്ഞിൽ കുളിച്ച മലയുടെ താഴ്വരയിൽ മരം കോച്ചുന്ന പാതിരാ നേരത്ത് അതിമനോഹരമായി അണിഞ്ഞൊരുങ്ങിയ പാലസ്തീന നഗരയിലെ ബെത്ലഹേം പട്ടണത്തിൽ കാലികൾക്കു മധ്യേ പുൽക്കൂട്ടിൽ സകല ജനത്തിനുമുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയായി രക്ഷകൻ വന്നു പിറന്നു. സ്വർഗവും ഭൂമിയും ആനന്ദിക്കുന്ന, മാനവരും വാനവരും സന്തോഷിക്കുന്ന മഹത് സുദിനമാണ് ക്രിസ്തുമസ്. അതെ, ജീവിത ക്ലേശങ്ങളുടെ പരുപരുത്ത നിമിഷങ്ങളിലും നിരാശയിൽ നട്ടം തിരിയുന്ന ആധുനിക വംശത്തിനിടയിലും ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും പൊൻതാരമായി ദിവ്യ ഉണ്ണി ഏവരുടെയും ഹൃദയങ്ങളിൽ വന്നു പിറക്കട്ടെ. സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വിണ്ണിൽ നിന്നും മണ്ണിൽ അവതരിച്ച ദൈവസുതനെ സ്വീകരിക്കാൻ ലോകമൊരുങ്ങുമ്പോൾ അതിൻ്റെ അന്തസത്തയെ ഉൾക്കൊള്ളാനാവാതെ അതിൽ നിന്ന് അകന്നു മാറുന്ന ആധുനിക മനുഷ്യന്റെ ചിത്രവും നമ്മുടെ മുൻപിലുണ്ട്. അവൻ പ്രപഞ്ചത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. എന്നാൽ എത്ര അകന്നാലും നിഷ്കളങ്ക സ്നേഹമായി മനുഷ്യനെ തേടിയെത്തുന്ന ഈശ്വരനിൽ മാത്രമേ ശാശ്വത ശാന്തിയും സമാധാനവും കണ്ടെത്താൻ അവന് സാധിക്കുകയുള്ളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? സുഖം തന്നെ. സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും താൻ അറിയുന്നില്ലേ? എന്താ ടീച്ചർ? ക്രിസ്മസ് അടുത്തു. ക്രിസ്മസ് പപ്പ കോമ്പറ്റീഷൻ, ക്രിസ്മസ് കാർഡ് മേക്കിംഗ് കോമ്പറ്റീഷൻ, കരോൾ ഗാന മത്സരം എല്ലാം നടന്നു കഴിഞ്ഞു. തന്നെ ഇതുവഴി ഒന്നും കണ്ടില്ല. ഇനിയുള്ളത് പുൽക്കൂടൊരുക്കൽ മാത്രമാണ്. ടീച്ചർ, ശരിക്കും ഇതൊക്കെ പഴയ ഓരോ ആചാരങ്ങളല്ലേ? എനിക്കിതിലൊന്നും വിശ്വാസമല്ല. സത്യത്തിൽ ഇതിലൊക്കെ എന്താ അർത്ഥമാണുള്ളത്? ഇങ്ങനെയൊന്നും പറയരുതെന്നോ. പഴയ ആചാരങ്ങളിലെല്ലാം ശാസ്ത്ര സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓരോന്നിനും അതിൻ്റെതായ മൂല്യങ്ങളുമുണ്ട്. ടീച്ചർ പറയുന്ന ഈ ശാസ്ത്രത്തിലാണ് എനിക്ക് വിശ്വാസം. ആ ശാസ്ത്രവും ഈശ്വരൻ തന്നെയല്ലേ കുട്ടി? ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ് സകലവും. ഈ ഭൂമിയിലെ ഓരോ അണുവിലും ഈശ്വരാംശം നിറഞ്ഞു നിൽക്കുന്നു. എന്തിന്? സൂര്യനും ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും കാറ്റും മഴയും മഞ്ഞും വെയിലും സർവചരാചരങ്ങളിലും അജ്ഞാത ശക്തി അനിർവചനീയമാണ്. ടീച്ചർ, ഒരു സംശയം. ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, എന്തിന് ലോകത്തെ തന്നെ ഉൾമുനയിൽ നിർത്തുന്ന COVID-19 എന്ന മഹാമാരി, ഇതെല്ലാം ദൈവം തന്നെ സൃഷ്ടിക്കുന്നതല്ലേ? ദൈവം തന്നെ സംഹാരകനുമാകുന്നു. വളരെ വിചിത്രം തന്നെ. അതെ, പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കുമ്പോൾ സൃഷ്ടാവ് തന്നെ സംഹാരകനായി മാറുന്നു. അഹങ്കാരിയായ മനുഷ്യന് ദൈവം നൽകുന്ന പരീക്ഷണങ്ങളാണ് ഇവയെല്ലാം. ഒരുപക്ഷെ നാളെ ഇതും കൈപ്പിടിയിൽ ഒതുക്കാൻ മനുഷ്യന് കഴിയുമായിരിക്കാം. ടീച്ചർക്കൊരു കാര്യം അറിയോ? സത്യത്തിൽ ശാസ്ത്രത്തിന് ഒന്നും അസാധ്യമല്ല. നിങ്ങളുടെ തലമുറയുടെ ഈ ധാർഷ്ട്യം അത് നല്ലതല്ല. ഇത്രയും ബാലിശമായി ചിന്തിച്ചുകൂടാ. നീ അന്ധമായി വിശ്വസിക്കുന്ന ഏതൊരു ശാസ്ത്രത്തിന് പിന്നിലും ഈശ്വരന് കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നു. ഈശ്വരനോ? എനിക്കിതിലൊന്നും വിശ്വാസമില്ല ടീച്ചറെ. കുഞ്ഞെ, നീ നിന്നിലേക്ക് തന്നെ നോക്കൂ. നിന്നിലും എന്നിലും മറ്റുള്ളവരിലും ഈശ്വരനുണ്ട്. ആ ചൈതന്യം അനുഭവിച്ചറിയുക തന്നെ വേണം. ടീച്ചർ, ആ ചൈതന്യം എനിക്കൊന്ന് കാണിച്ചു തരൂ. ഈ ഈശ്വര ചൈതന്യം തന്നെയാണ്
നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പും അതുതന്നെയാണ് ഇന്ന് നിന്നെയും എന്നെയും ഈ പുൽക്കൂടൊരുക്കാനായി പ്രേരിപ്പിക്കുന്നത്. തിരുപ്പിറവി കാലിത്തൊഴുത്തിലായിരുന്നുവല്ലോ. കാലിത്തൊഴുത്ത് എളിമയുടെ പ്രതീകമാണ്. പുല്ലും വൈക്കോലും മനുഷ്യൻ്റെ നിസ്സാരതയെ പ്രതിനിധാനം ചെയ്യുന്നു. അന്ന് ജ്വലിച്ചിരുന്ന നക്ഷത്രങ്ങളാകട്ടെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളങ്ങളാണ്. പാപികളായ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നു. ഈശോയുടെ മഹത്വം നമ്മളെല്ലാം വാഴ്ത്തേണ്ടത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ നിഷ്കളങ്കമായ സ്നേഹം തുളുമ്പുന്ന ഹൃദയങ്ങളിലാണ് ഉണ്ണിയേശു പിറവിയെടുക്കേണ്ടത്. ടീച്ചർ, എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ പുരോഗമനവാദവും ശാസ്ത്രചിന്തയും ടീച്ചറുടെ ദൈവവിശ്വാസവും എല്ലാം ഒന്നു തന്നെ. വരൂ, നമുക്ക് ആ സ്നേഹഗീതം കേൾക്കുന്നിടത്തേക്ക് ഒരുമിച്ച് പോകാം. യേശുദേവനേ വന്ദനം. മഹിതേ മാനസ മഹദേ ശരണം. യേശുദേവനേ വന്ദനം. നിത്യസത്യമെൻ ജീവസാരമേ ഈശ്വര ജഗദീശ്വരാ. ഈശ്വര ജഗദീശ്വരാ. മഹിതേ മാനസ മഹദേ ശരണം. യേശുദേവനേ വന്ദനം. സുന്ദര വജസേ മഹസേ യേശുദേവനേ വന്ദനം. സത്യസുന്ദര വജസേ മഹസേ യേശുദേവനേ വന്ദനം. സന്നിധം മൃദുകാന്തി ചിന്തിതം എൻ ശാന്തി ഈശ്വര ജഗദീശ്വരാ. സന്നിധം മൃദുകാന്തി ചിന്തിതം എൻ ശാന്തി ഈശ്വര ജഗദീശ്വരാ. ഗമ പനി സ ഗമ ഗസനി പനി സനി നി പസനി പമ ഗമ ഗസനി തഗ സമ ഗപ മനി പമ ഗനി സ ഗമ ഗപ മനി പസനി പമ ഗമ പനി സ ഗമ ശരണം. യേശുദേവനേ വന്ദനം. Christmas is tenderness for the past
courage for the present, and hope for the future. With great honor, I welcome Reverend Father Biju Plathotam, Vicar, St. James the Great Church, Doni, and Director of Christopher ITI, Doni, to deliver the Christmas message. സ്നേഹമുള്ള അധ്യാപകരെ, ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ, ചരിത്രത്തിൽ എന്നും ഓർത്തിരിക്കാൻ സാധ്യതയുള്ള ഒരു ക്രിസ്മസാണ് ഈ വർഷത്തേത്. ഓമനപ്പേരിട്ട് വിളിക്കുകയാണെങ്കിൽ ഈ ക്രിസ്മസിനെ നമുക്ക് കൊറോണ ക്രിസ്മസ് എന്ന് വിളിക്കാം. എല്ലാ വർഷവും വിദ്യാലയങ്ങളിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം നമുക്കതിനുള്ള ഭാഗ്യമില്ല. വീട്ടിലിരുന്നും ഓൺലൈനായിട്ടുമൊക്കെയാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നിരുന്നാലും ഈ ക്രിസ്മസ് ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെയൊക്കെ ജന്മദിനം ഏറ്റവും സന്തോഷം നൽകിയ ദിനമാണ്. നമ്മുടെ വീട്ടിലുള്ളവരും മാതാപിതാക്കന്മാരും ബന്ധുക്കളുമൊക്കെ ഒത്തിരിയേറെ സന്തോഷിച്ച ദിവസമാണത്. നമ്മൾ ജനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ അവരൊക്കെ ഒത്തിരിയേറെ സന്തോഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ജന്മദിനമുണ്ടാകുമ്പോൾ നമ്മളത് ആഘോഷിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനവും ഇതുപോലെ സന്തോഷത്തിൻ്റെ വാർത്തയാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെയൊക്കെ ജന്മദിനം നമ്മുടെ കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും മാത്രമായിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ജന്മദിനം സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സദ്വാർത്തയാണ്. എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ദിവസമാണ് ക്രിസ്തുമസ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ക്രിസ്മസ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഞാൻ നേരുകയാണ്. ക്രിസ്തുമസിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്, കാലിത്തൊഴുത്തിൻ്റെ ചിത്രം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്തു പുൽക്കൂട്ടിൽ പിറന്നത്? അതിനുള്ള വളരെ വ്യക്തമായ ഉത്തരം ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല എന്ന്. ഒരു സ്ഥലത്തും അവർക്ക് സ്ഥലം കിട്ടാതെ വന്നു. കിട്ടിയ സ്ഥലമാണ് കാലിത്തൊഴുത്ത്. കിട്ടിയ സ്ഥലത്ത് ക്രിസ്തുവിന് ജന്മം കൊടുക്കുകയാണ്. ഈ ക്രിസ്തുമസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എവിടെയാണോ ജനിച്ചത് അവിടെ അനുഗ്രഹമായിട്ട് മാറണം. നമ്മൾ എങ്ങനെയാണ് ഓരോ വ്യക്തികളും അനുഗ്രഹമായിട്ട് മാറുന്നത്? ജീവിതത്തിലൂടെയാണ്. ജനിച്ച സ്ഥലത്തിന് അഡ്രസ്സ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയാണ് കാലിത്തൊഴുത്തിന് മഹിമയും മഹത്വവുമൊക്കെ ഉണ്ടായത്. നമ്മളൊക്കെ പലപ്പോഴും പരാതി പറയാറുണ്ട്, ഞാൻ ജനിച്ച സ്ഥലം ശരിയല്ല, ഞാൻ പഠിക്കുന്ന സ്കൂള് ശരിയല്ല, ഈ ഇടം ശരിയല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതവും ശരിയല്ലാതിരിക്കുന്നത്. പരാതികളുടെ പട്ടികകൾ നമ്മൾ നിരത്താറുണ്ട്. ഒരിക്കലും നമ്മൾ പരാതിക്കാരാകാൻ പാടില്ല. ജനിച്ച സ്ഥലത്ത് വളരാനും പ്രക്ഷോഭിക്കാനും ഓരോ വിദ്യാർത്ഥിനിക്കും സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ജനിച്ച സ്ഥലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വ്യാകുലരാകാതെ ജീവിതം കൊണ്ട് ജനിച്ച സ്ഥലത്തിന് അഡ്രസ്സ് കൊടുക്കുന്നവരായി തീരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. രണ്ടാമത് നിങ്ങളോട് പറയാനുള്ള ഒരു ചിന്ത, സത്രത്തിൽ ഇടം കിട്ടാത്തത് കൊണ്ടാണ്
കാലിത്തൊഴുത്തില് ക്രിസ്തുവിന് ജനിക്കേണ്ടി വന്നത്. നമ്മുടെയൊക്കെ ഉള്ളില് പലർക്കും ഇടം കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലരെയും സ്നേഹിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളത്. അധ്യാപകരെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല, പല സബ്ജക്റ്റുകൾ നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല, ചുറ്റുപാടുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഹൃദയത്തിൽ ആരൊക്കെ ഇടം കൊടുത്തിട്ടുണ്ടോ അവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതായിട്ട് മാറും. എല്ലാവർക്കും ഇടം കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥലമുണ്ടാകട്ടെ. മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ആഘോഷങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ആഘോഷിക്കണം. ജന്മദിനം ആഘോഷിക്കുമ്പോൾ ജന്മദിനം ആഘോഷിക്കേണ്ട വ്യക്തി അവിടെ ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ ജന്മദിനം ആഘോഷിച്ചതുകൊണ്ട് കാര്യമില്ല. ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അർത്ഥം മനസ്സിലാക്കാതെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ അതിന് വിലയില്ല എന്ന് മനസ്സിലാക്കുക. മഹാനായ ഷാജഹാൻ ചക്രവർത്തി തൻ്റെ ഭാര്യയ്ക്കു വേണ്ടിയിട്ട് പണിത ഏറ്റവും മനോഹരമായിട്ടുള്ള സൗധമാണ് താജ്മഹൽ. ഈ താജ്മഹൽ പണിയാൻ വേണ്ടിയിട്ട് പണിക്കാരെ ഏൽപ്പിച്ചപ്പോൾ മുംതാസിനെ അടക്കിയിട്ടുള്ള ശവകുടീരത്തിന് ചുറ്റുമാണ് അവര് മണ്ണൊക്കെ മാന്തിയത്. മണ്ണ് മാന്തിയിരുന്നവർക്ക് ഈ കുടീരത്തിന്റെ വിലയൊന്നും അറിയില്ലായിരുന്നു. അവര് അതും മാന്തിപ്പറിച്ച് പുറത്തേക്കിട്ടു. താജ്മഹലെല്ലാം പണിത് കഴിഞ്ഞപ്പോൾ ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിടം അന്വേഷിച്ചു, ഭാര്യയെ അടക്കിയ പേടകം അന്വേഷിച്ചു, കണ്ടില്ല. പലയിടത്തും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന, ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് മുന്തസ്സിന്റെ പേടകം കണ്ടു. ഇതുപോലെയാണ് പലപ്പോഴും വില കൊടുക്കേണ്ടതിന് പലതിനും നമ്മൾ വില കൊടുക്കാതെ പലതും ആഘോഷിച്ചു കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, വില കൊടുക്കേണ്ടതിന് വില കൊടുത്തുകൊണ്ട് ജീവിക്കണം. ഇന്ന് പഠിക്കേണ്ടത് ഇന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് ജീവിക്കേണ്ടത് നമ്മൾ ഇന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് ജീവിതത്തിൽ നമുക്കൊക്കെ ഒത്തിരിയേറെ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. നന്ദി, നമസ്കാരം. Thank you, Father, for your heartfelt greetings. We wish to make this day even more brighter by thanking you for your valuable message. The word carol means a song of praise and joy. Christmas carols are at the very heart of seasonal tradition. Here we have the blooming flowers of St. Thomas with Xmas greetings. Merry Christmas, Merry Christmas, all of this and all of pam 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 pararam pam pam pararam pam pam pararam
parararam pam pam parararam pam pam pararam pam pam parararam. All the bells seem to sing, we will throw it away. Christmas is here, bringing the cheer to ring and all making the bow, bringing cheer. Oh, the moon raising the sound, calling and telling the day, gaily the ring while people sing songs of good cheer. Christmas is here, Merry, 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 Merry Christmas, Merry Christmas, Merry, 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 Merry Christmas, Merry Christmas, all of the same. Oh, ha ha ha, la 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 parararam pam 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 parararam pam param pam parararam pam 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 parararam. The lady behind the show, our constant supporter, our beloved principal, Reverend Sister Leah, is on the screen with her Christmas wishes. Over to you, sister. Good morning to all. My dear teachers, parents and students. First of all, I wish you a very Merry Christmas and pray may the peace and joy of baby Jesus be with you all. The month of December is something special for all of us. Even the nature is at its best. Christmas makes it all the more special, being a festive season of joy, love, charity and celebration, adding to its glory. Every year, on 25th December, we celebrate Christmas with grand preparation. Dear children, have you ever thought, why do the whole world enjoy and celebrate the birthday of Jesus with great importance? It's only because God emptied himself and came from heaven on earth to save and to live with us. Here we see the perfection of God's love. During this Christmas, I would like to introduce 3 inspiring personalities whom we meet in the manger. The first and foremost is Jesus. God revealed his love towards us by sending his only beloved Son as a human being. Thus, he saved us from the darkness of sins and became the Savior of the whole world. Let us ask the grace of humility so that we too can become a shadow of God's love. Mother Mary is the storehouse of virtues. Here, I like to highlight her ultimate faith in God. When God's angel said to her, "Nothing is impossible for God," she believed in the word of God and surrendered herself for his will. Dear friends, as Mother Mary, let us trust in God's power and leave ourselves into his mighty hands. He can do miracles in our lives. Now, I wish to turn your attention towards a silent, saintly soul, that is Saint Joseph, father of Jesus. He lived always with God. His inner silence enabled him to listen even the whisperings of God. He suffered a lot to accomplish the will of God, but never withdrew himself. Let us always be with God so that we shall follow the right path
laid by Him. This Christmas, we need to introspect if this COVID-19 has brought families together by making the members of the family stay together in peace. With the blessings of the Holy Family and its motto, Thy will be done, we shall try to implement the caring and sharing practiced by this family so as to create a happy family. Wishing you all a bounty Christmas. Thank you. Thank you, sister, for your kind words, whose echoes are truly endless. To dance means to be new, to be fresh at every moment, as though one had just issued from the hands of God. We have a Christmas dance performance by the St. Thomas Feathers of Standard 8. Thank you, girls. That was a stunning performance. Hold your breath for a mind-blowing song with actions. Our tiny tots are ready to draw the strings of our hearts with their blasting movements. Hi friends, I am Ashwinis from LKGC. Today I am going to sing an action song. Look at me, look at me, look at me. I am a little boy. I bounce and bounce and bounce and bounce like a little boy. Look at me, look at me. I am a little fish. I swim and swim and swim and swim like a little fish. Look at me, look at me. I am a little bird. I fly and fly and fly and fly like a little bird. Look at me, look at me. I am a little boy. I run and run and run and run and like a little. Wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your kin. Good tidings for Christmas and a Happy New Year. Now bring us a figgy pudding. Now bring us a figgy pudding. Now bring us
Just look at the sun. Clap your hands, clap your hands. Listen to the music. Clap your hands, stamp your feet, stamp your feet. Listen to the music and stamp your feet. Turn around, turn around. Listen to the music and turn around. The solution to all problems in this sin-infested world can be summed up in one word called love. On this occasion of love, I invite our Vice President PTA, Mr. Mohan Kumar, to extend a few words as Christmas message. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, നമ്മുടെ വിദ്യാലയത്തിലെ ക്രിസ്മസ് ആഘോഷം വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൺലൈൻ പഠന രീതിയുടെ ഒപ്പമുള്ള ആഘോഷമായി മാത്രമേ ക്രിസ്മസ് ആഘോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ ഈ വർഷത്തെ ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും നന്മയുടെയും സഹായഹസ്തത്തിൻ്റെയും ആയിരിക്കട്ടെ എന്ന് പറയുന്നതിനോടൊപ്പം ഈ മഹാമാരിയിൽ നിന്നും നമുക്കെല്ലാവർക്കും മുക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ജീവനക്കാർക്കും PTAയുടെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. Thank you, sir. You have been a special part of our big day. St. Thomas is blessed with talented teachers in various fields. Let us witness the amazing tunes of our dear teachers singing the glory of Omnipresent.
മേഘമട്ടമിട്ടു നൃത്തമാടുവാൻ താരകമ്മലിട്ട വാനമാകവേ മേഘമട്ടമിട്ടു നൃത്തമാടുവാൻ ഗ്ലോറിയ ഗ്ലോറിയ ആർത്തുപാടുവിൻ ഗ്ലോറിയ ഗ്ലോറിയ ആർത്തുപാടുവിൻ മഞ്ഞിൽ പട്ടുടുത്ത ശാന്തരാത്രിയിൽ സ്നേഹം പെയ്തിറങ്ങി നേർത്ത തെന്നലാൽ മഞ്ഞിൽ പട്ടുടുത്ത ശാന്തരാത്രിയിൽ സ്നേഹം പെയ്തിറങ്ങി നേർത്ത തെന്നലാൽ ബെത്ലഹേമിലെ പുൽത്തൊഴുത്തതിൽ സ്വപ്നം പൂത്തുലഞ്ഞു പുഞ്ചിരിക്കയാ ബെത്ലഹേമിലെ പുൽത്തൊഴുത്തതിൽ സ്വപ്നം പൂത്തുലഞ്ഞു പുഞ്ചിരിക്കയാ ജീവനിൽ പ്രതീക്ഷയായ ദൂതരഞ്ഞിതാ വാനമേ ഭൂമിയേ സൃഷ്ടിജാലമേ ഗ്ലോറിയ ഗ്ലോറിയ ആർത്തുപാടുവിൻ കന്യകാ സൂനുവാൻ രക്ഷകൻ പിറന്നിതാ ക്രിസ്തുമസ് രാവുണർന്നു ആഘോഷിക്കാം. Thank you, dear teachers. God bless. Here comes the jolly man in red with his jingle bells. Welcome to the magical world of dance steps. Enjoy. സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ ക്ലോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. ദൂരെ നിന്നും സമ്മാനങ്ങൾ രാജാക്കന്മാർ വാഴ്ത്തിപ്പാടി ലോകത്തായി വാഴ്ത്തുന്നേ സ്നേഹത്താലെ രാജാതിരാജനേ എന്റെ മാർഗദീപമേ എൻ ജീവധാരയിൽ ചൈതന്യമാകണേ ഉൾക്കൂട്ടിലെ പുൽപ്പായയിൽ കനിവായി വാഴണേ. ഒട്ടാസു പൂക്കുത്തി കമ്പിത്തിരി മത്താപ്പു റോക്കറ്റ് ചെമ്പൂത്തി
captivating and solacing performance, dear ones. Thank you. Let us wind up today's celebrations with words of gratitude by Mrs. Rani Maman. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പാടിയ വാനാരൂപികളോടൊപ്പം ക്രിസ്തുമസിൻ്റെ ഹൃദ്യമായ ആശംസകൾ ഏവർക്കും നേരട്ടെ. ഒറ്റപ്പെടലിൻ്റെയും നിയന്ത്രണങ്ങളുടെയും ഇടയിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം സമാധാനവും സ്വാതന്ത്ര്യവുമാണ്. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പങ്കാളികളായ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വചനമായ യേശുവിൻ്റെ തിരുപ്പിറവിയുടെ സന്ദേശം ഞങ്ങൾക്കായി പങ്കുവച്ച സ്നേഹബഹുമാനപ്പെട്ട ഫാദർ ബിജു പ്രാത്തോട്ടത്തിന് ഏറെ സന്തോഷത്തോടെ നന്ദി അറിയിക്കുകയും ക്രിസ്തുമസിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. ഈ ആഘോഷത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ നേതൃത്വം നൽകി ഞങ്ങളോടൊപ്പമായിരുന്ന സ്നേഹബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ലിയയ്ക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കട്ടെ. ഈ ആഘോഷവേളയ്ക്ക് നിറം പകരുവാൻ സഹകാരികളായ എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, madam. Once again, wishing you all a Merry Christmas and a Happy New Year ahead. Stay blessed, stay safe. Thank you. Yeah. Welcome, sister. Sanitizer, mask, social distance. My dear friend, stay safe, stay healthy.